നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട്ടെ CPM കൗൺസിലർ കെ മൻസൂർ കരാറുകാരനെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയെന്ന ആരോപണത്തെ ചൊല്ലി നഗരസഭാ കൗൺസിൽ ഭരണപ്രതിപക്ഷ ബഹളം. മൻസൂറിന്റെ വാർഡിൽ വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും 29 വാർഡുകളിലെയും പ്രവൃത്തികളിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും CPM കൗൺസിലർമാർ ആവശ്യമുന്നയിച്ച് കത്ത് നൽകി. ആരോപണ വിധേയനെ സംരക്ഷിക്കാൻ മറ്റ് കൗൺസിലർമാരെ ബലിയാടാക്കാൻ അനുവദിക്കില്ലെന്ന് ചെയർമാൻ. CPM മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറിയും കൗൺസിലറുമായ കെ മൻസൂറിനെതിരെ ഉയർന്ന ആരോപണത്തിന്റെ നിജസ്ഥിതി പുറത്തുകൊണ്ടുവരണമെന്ന് മുസ്ലിം ലീഗ്. ആരോപണം ഗൗരവമുള്ളത്. ഏരിയ സെക്രട്ടറി നയം വ്യക്തമാക്കണമെന്നും നേതാക്കൾ. മണ്ണാർക്കാട് ചന്ദനവേട്ട. കാറിന്റെ രഹസ്യ അറയിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 64 കിലോ ചന്ദനം പോലീസ് പിടികൂടി. കുമരംപുത്തൂർ സ്വദേശി അറസ്റ്റിൽ. പെരിന്തൽമണ്ണയിൽ വൻ കഞ്ചാവ് വേട്ട. കാറിൽ കടത്തിയ 5 കിലോ കഞ്ചാവുമായി കോട്ടക്കൽ സ്വദേശി പോലീസ് പിടിയിൽ. ഹാഷിസ് ഓയിലും കണ്ടെടുത്തു. മുണ്ടൂർ തൂതാപാതയിൽ തിരുവാഴിയോട് ജംഗ്ഷനിലെ ഗതാഗത പരിഷ്കാരം. ഡിവൈഡറുകൾ അപകടങ്ങൾ ഉണ്ടാക്കുന്നെന്ന പരാതിയുമായി വ്യാപാരികളും ചുമട്ടുതൊഴിലാളികളും രംഗത്ത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. വാർത്തകൾ വിശദമായി. മണ്ണാർക്കാട്ടെ CPM കൗൺസിലർ കെ മൻസൂർ കരാറുകാരനെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയെന്ന ആരോപണത്തെ ചൊല്ലി നഗരസഭാ കൗൺസിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം. മൻസൂറിന്റെ വാർഡിൽ വിജിലൻസ് അന്വേഷണം സ്വാഗതം ചെയ്യുന്നുവെന്നും 29 വാർഡുകളിലെയും പ്രവൃത്തികളിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് CPM കൗൺസിലർമാർ കത്ത് നൽകി. അത് നടക്കില്ലെന്നും ആരോപണ വിധേയനെ സംരക്ഷിക്കാൻ മറ്റ് കൗൺസിലർമാരെ ബലിയാടാക്കാൻ അനുവദിക്കില്ലെന്നും കത്ത് തള്ളിക്കളയുന്നതായും ചെയർമാൻ പറഞ്ഞതോടെ ബഹളം രൂക്ഷമായി. ഇതോടെ കൗൺസിൽ അവസാനിപ്പിച്ച് ഭരണപക്ഷം ഡയസ് വിട്ടു. വ്യാഴാഴ്ച ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിലെ അജണ്ട കഴിഞ്ഞ ശേഷമാണ് കരാറുകാരന്റെ ആരോപണം ചർച്ചയ്ക്ക് വന്നത്. യോഗം തുടങ്ങിയപ്പോഴേ 29 വാർഡുകളിലും വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് CPM അംഗങ്ങൾ ഒപ്പിട്ട കത്ത് നഗരസഭാ അധ്യക്ഷന് നൽകിയിരുന്നു. നായാടിക്കുന്ന് വാർഡ് അഴിമതി നടത്തിയെന്ന് മുസ്ലിം ലീഗ് വാർത്താ സമ്മേളനത്തിലൂടെ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ഒരു വാർഡിൽ അഴിമതി നടത്തണമെങ്കിൽ അധ്യക്ഷനും സെക്രട്ടറിയും ഉദ്യോഗസ്ഥനും സഹായിക്കണം. അങ്ങനെ സഹായം ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ വിജിലൻസ് ഉൾപ്പെടെയുള്ള അന്വേഷണം വേണമെന്ന് CPM പാർലമെന്ററി പാർട്ടി നേതാവ് TR സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു. മൻസൂറിന്റെ വാർഡിൽ മാത്രമല്ല എല്ലാ വാർഡുകളിലും വിജിലൻസ് അന്വേഷണം വേണമെന്നും സെബാസ്റ്റ്യൻ പറഞ്ഞു. അത് വിജിലൻസ് ഉൾപ്പെടെ ഏത് മാർഗത്തിൽ അന്വേഷിക്കുന്നതിലും തടസ്സമില്ല. 8 കൗൺസിലർമാരെ ഒപ്പിട്ടിട്ട് സെക്രട്ടറിക്കും ചെയർമാനും പരാതി തന്നിട്ട് ആ പരാതി അടിയന്തരമായി ആരോപണം ഉന്നയിച്ച ആളുകൾക്ക് ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഉണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല. പക്ഷെ ആരോപണം ഉന്നയിക്കുമ്പോൾ 100% ഇതിൽ അന്വേഷിക്കാൻ CPMന്റെ കൗൺസിലർമാർക്ക് സമ്മതമാണ്. ഇത് അന്വേഷിക്കണം എന്നാണ് CPMന് ആവശ്യപ്പെടാനുള്ളത്. ആരോപണ വിധേയനായ കൗൺസിലറെ രക്ഷിക്കാനാണ് മുഴുവൻ വാർഡിലും അന്വേഷണം CPM ആവശ്യപ്പെടുന്നതെന്ന് നഗരസഭാ അധ്യക്ഷൻ C മുഹമ്മദ് ബഷീർ പറഞ്ഞു. നഗരസഭയ്ക്കോ അധ്യക്ഷനോ സെക്രട്ടറിക്കോ മറ്റേതെങ്കിലും കൗൺസിലർമാർക്കെതിരെയോ ആരും ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഇല്ലാത്ത ആരോപണത്തിന്റെ പേരിൽ അന്വേഷണം ആവശ്യപ്പെടാൻ കൗൺസിലിന് ആവില്ല. തങ്ങളുടെ കൗൺസിലർക്ക് എതിരെ ഉയർന്ന ആരോപണത്തിന് കവചം തീർക്കാൻ മറ്റ് കൗൺസിലർമാരെ ബലിയാടാക്കാൻ അനുവദിക്കില്ലെന്ന് ചെയർമാൻ പറഞ്ഞു. തിരിച്ച് ആരോപണം ഉന്നയിക്കല്ല, അതിൽ കൃത്യമായിക്കൊണ്ട് അന്വേഷണത്തെ നേരിട്ട് ആ കാര്യം നല്ല വ്യക്തത വരുത്തുകയാണ് വേണ്ടത്. അല്ലാതെ നഗരസഭയിലെ മുഴുവൻ 29 കൗൺസിലർമാരും ഈ 5 കൊല്ലം 4 കൊല്ലം നടത്തിയ പ്രവർത്തികളൊക്കെ പിന്നെ വിജിലൻസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ആ അന്വേഷണത്തിന് ഉത്തരവിടുവാൻ ഈ കൗൺസിൽ തയ്യാറല്ല. കാരണം ഇല്ലാത്ത ആരോപണത്തിന് അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവരൊക്കെ എന്തായാലും ചെയ്യാത്തൊരു കാര്യത്തിന് ഈ ആരോപണം ഉന്നയിച്ചത്
റിയാസ് കോൺട്രാക്ടറും സാനിഫോൺ. അത് അവരോട് ചോദിക്കണം, അവരാണ് അതിന് മറുപടി പറയേണ്ടത്. അപ്പൊ ഇതില് നഗരസഭ ചെയർമാനോ മറ്റുള്ള കൗൺസിലർമാരോ സെക്രട്ടറിയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പാർട്ടിയോ ആദ്യം ഈ ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഈ ആരോപണം ഉന്നയിക്കാനുള്ള കാരണം ഉണ്ടായത് ഇതാണ്. അതും ചെയർമാന്റെ തലയിക്കിട്ട് ചെയർമാൻ ഗൂഢാലോചന നടത്തിയിട്ട് ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന റിയാസിനോടൊന്നും ചെയ്യിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പാർട്ടിയിലെ പരിപാടികൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. വ്യാജമാണ് ആ പരാതിയെങ്കിൽ അതിനെതിരെ നിയമ നടപടി എടുക്കേണ്ടത് കൗൺസിലറാണ്. അതിന് നഗരസഭയെ അല്ല അവർ എയിം ചെയ്തത്, നഗരസഭയിലെ മറ്റുള്ള കൗൺസിലർമാരെ എയിം ചെയ്തിട്ടില്ല. പറയട്ടെ, എയിം ചെയ്തിട്ടില്ല. ഉന്നം വെച്ച് പറഞ്ഞത്, പേരെടുത്ത് പറഞ്ഞു. നേരെ മറിച്ച് നഗരസഭ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമുക്കത് ചെയ്യാമായിരുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ കൗൺസിൽ ഈ ഒരു പുറത്തു നിന്നുള്ള ഒരു അഴിമതിയും നഗരസഭയെക്കുറിച്ചോ ചെയർമാനെക്കുറിച്ചോ സെക്രട്ടറിയെക്കുറിച്ചോ മറ്റുള്ള കൗൺസിലർമാരെക്കുറിച്ചോ ഉന്നയിക്കാത്തോടത്തോളം കാലം ഇങ്ങനെ ഒരു ലെറ്റർ തന്നാൽ തന്നെ കൗൺസിലിന് അംഗീകരിക്കാൻ കഴിയില്ല. കൃത്യമായി അഴിമതി ഉണ്ട് എന്നുള്ള രൂപത്തിൽ ഉള്ള ബാക്കിയുള്ള എവിടുന്നും ഒരു പ്രസ്താവനയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ആരോപണം ഉന്നയിക്കാത്തോടത്തോളം കാലം ഈ കൗൺസിലർമാരെ ഒക്കെ ബലിയാടാക്കുന്ന രൂപത്തിൽ ഇത് മൊത്തം പ്രശ്നത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ആ പരിപാടി കൗൺസിലിന് അംഗീകരിക്കാൻ കഴിയില്ല. ആ ലെറ്റർ തള്ളിക്കളയണം. മൻസൂറിനെതിരെ ആരോപണം ഉയർത്തിയത് മുസ്ലിം ലീഗോ മറ്റു പാർട്ടിക്കാരോ അല്ലെന്നും CPM അംഗമായ കരാറുകാരനും മുൻ SFI നേതാവുമാണെന്ന് സ്ഥിരം സമിതി അധ്യക്ഷൻ C. ഷഫീഖ് റഹ്മാൻ പറഞ്ഞു. അഴിമതി, ഭീഷണി, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ കാര്യങ്ങളാണ് ആരോപണത്തിലുള്ളത്. ഈ സാഹചര്യത്തിൽ മൻസൂർ കൗൺസിലിൽ തുടരുന്നത് മറ്റ് കൗൺസിലർമാർക്ക് അപമാനമാണ്. കൗൺസിലിൽ നിന്ന് വിട്ടുനിന്ന് അന്വേഷണത്തെ നേരിടണമെന്നും ഷഫീഖ് റഹ്മാൻ ആവശ്യപ്പെട്ടു. സത്യപ്രതിജ്ഞ ലംഘനവും ഭരണഘടനാ വിരുദ്ധവുമാണ് ആ മറുപടി. കാരണം റോഡ് നിങ്ങൾ ഒപ്പിച്ച് പണിയെടുത്താൽ മതി, അത് നേരാക്കണം നമുക്ക് നിർബന്ധമില്ല. കാരണം നേരാക്കിയാൽ പെട്ടെന്ന് കേടുവരില്ല. 2 വർഷം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾക്ക് അതിൽ ഫണ്ട് വെക്കണം, ടെൻഡർ ചെയ്യണം. ഞങ്ങൾക്ക് കമ്മീഷനാണ് വേണ്ടത് എന്ന്. ഇത് അദ്ദേഹം പറഞ്ഞ ആരോപണം ഞങ്ങൾ ആരും പറഞ്ഞതല്ല, അത് അന്വേഷിക്കണം. മണ്ണാർക്കാട് നഗരസഭ ഇങ്ങനൊരു ആരോപണം ഒരാൾ വ്യക്തി ഉന്നയിക്കുമ്പോൾ, ഇവിടുത്തെ ആരും ഉന്നയിച്ച ആരോപണമല്ല, ഒരാൾ പത്രസമ്മേളനം നടത്തി പൊതുസമൂഹത്തോട് ഇത്ര ഗൗരവമായ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ, മണ്ണാർക്കാട് ഒരു രാഷ്ട്രീയ മുസ്ലിം ലീഗ് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി ഒരു പത്രസമ്മേളനം നടത്തി അത് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ വിജിലൻസ് അന്വേഷണമാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ആരോപണം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഈ വിഷയത്തിൽ ഇത് വിശ്വാസ വഞ്ചനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. സത്യപ്രതിജ്ഞ ചെയ്ത് നമ്മൾ അധികാരത്തിലേറിയപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അതിന് നേരെ വിരുദ്ധമാണ്. കൈക്കൂലി ആവശ്യപ്പെടലാണ്, പ്രതികാര നടപടി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ രീതിയിൽ ഈ ജോലിയുമായി മുന്നോട്ട് പോകാൻ എനിക്ക് സാധ്യമല്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് കുടുംബത്തോടു കൂടി ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് ഈ കരാറുകാരൻ എന്ന് പറയുന്ന ആള് പറയാണ്. ലീഗ് കൗൺസിലർ ആവശ്യപ്പെട്ടാൽ രാജിവെക്കാനാവില്ലെന്ന് K. മൻസൂർ പറഞ്ഞു. എന്റെ പാർട്ടിയും വോട്ടർമാരും ആവശ്യപ്പെട്ടാൽ രാജിവെക്കാൻ തയ്യാറാണ്. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആൾ കരാറുകാരനല്ല. ഏതോ ഒരാൾ പറഞ്ഞത് ഏറ്റുപിടിച്ച് പറയുന്നത് മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടിക്ക് ചേർന്നതല്ല. ആരോപണം വന്ന സാഹചര്യത്തിൽ വിജിലൻസ് ഉൾപ്പെടെ ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണ്. അതേപോലെ മറ്റു വാർഡുകളിലും വിജിലൻസ് അന്വേഷണം വേണമെന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? അന്വേഷിച്ചാൽ എന്താണ് കുഴപ്പം? ആദ്യം തന്റെ വാർഡിൽ അന്വേഷണം നടത്തട്ടെ. അത് കഴിഞ്ഞ് അധ്യക്ഷനുൾപ്പെടെ മറ്റു വാർഡുകളിലും വേണമെന്നാണ് തങ്ങൾ ആവശ്യപ്പെടുന്നതെന്നും മൻസൂർ പറഞ്ഞു. CPM എന്നുള്ള നിലക്ക് ഞങ്ങൾ പറയുന്നത് 21, 22 വാർഡുകളിൽ ആദ്യം വിജിലൻസ് അന്വേഷിക്കണം. അതിനോടൊപ്പം നഗരസഭയിൽ നടത്തിയ മുഴുവൻ വർക്കുകളും അന്വേഷണം നടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPMന്റെ കൗൺസിലർമാർ ചെയർമാനും സെക്രട്ടറിക്കും രേഖാമൂലം ഒപ്പിട്ട് തന്നത് തെറ്റാണോ? നിങ്ങളെന്താ അതിന് തയ്യാറാവാത്തത്? സ്വാഗതം ചെയ്യണ്ടേ? ഞാൻ പറയുന്നു ആരോ എന്തോ പറഞ്ഞു എന്ന് കരുതിയിട്ട് അവിടെ എന്തിനാ വിജിലൻസ് അന്വേഷണം നടത്തുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞത്. ഞാൻ അതിനെ സ്വാഗതം ചെയ്യാം. എന്താ നഗരസഭയുടെ ചെയർമാനും അല്ലെങ്കിൽ ഇപ്പം മുമ്പ് സംസാരിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെന്നും അതിനെന്താ സ്വാഗതം ചെയ്യാത്തത്? പലതവണ നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ അഴിമതി നടക്കുന്നുണ്ട് എന്ന് പലതവണ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞിട്ടില്ലേ? ഇതുവരെ പറഞ്ഞിട്ടല്ലേ? വലിയ തോതിൽ അഴിമതി നിങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ? ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ?
പറഞ്ഞിട്ടില്ല. എന്നാ ഞങ്ങൾ ഇപ്പൊ പറയുന്നു, നിങ്ങളുടെ നേതൃത്വത്തിൽ വലിയ അഴിമതി ഇവിടെ നടക്കുന്നുണ്ട്. തീരുമാനിക്കാൻ തയ്യാറായി, നിങ്ങൾ തയ്യാറായി, ഞാൻ തയ്യാറായല്ലോ. ഞാനിതാ വളരെ കൃത്യമായി ഞാൻ പറയുന്നു, 21, 22 വാർഡുകളിൽ ഒരു കരാറും എടുക്കാത്ത ഒരു കരാറുകാരനുമല്ലാത്ത ഒരാൾ ആക്ഷേപം ഉന്നയിച്ചു. ഇപ്പൊ നിങ്ങൾ പറയുന്നു ആ ആക്ഷേപം ഞാൻ സ്വാഗതം ചെയ്യുന്നു, നിങ്ങൾ വിജിലൻസിന് അന്വേഷണം ചെയ്യും. ഞാൻ അതുപോലെ നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾ എന്താ CPM-ലെ വിഭാഗീയത മുസ്ലിം ലീഗിന്റെയും UDF-ന്റെയും തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കേണ്ടെന്ന് കോൺഗ്രസിലെ അരുൺകുമാർ പാലക്കുറിശി പറഞ്ഞു. മുസ്ലിം ലീഗിന്റെയും ചെയർമാന്റെയും ഗൂഢാലോചന എന്നതാണ് ഞാൻ കണ്ട പത്രസമ്മേളനത്തിൽ. എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ളത് മുസ്ലിം ലീഗിന്റെയും ചെയർമാന്റെയും ഗൂഢാലോചനയല്ല, CPM എന്ന പാർട്ടിയുടെ രണ്ടാമത്തെ ടീമിന്റെ ഗൂഢാലോചനയാണ് ഇതിന്റെ ഭാഗം. കാരണം ഇത് പത്രസമ്മേളനം നടത്തിയത് CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗം, പത്രസമ്മേളനം നടത്തിയത് പഴയ SFI-കാരൻ, പഴയ DYFI-കാരൻ, CPM-ന്റെ അനുഭാവി. 29 വാർഡുകളിലും വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് CPM നൽകിയ പരാതി തള്ളുകയാണെന്ന് അധ്യക്ഷൻ അറിയിച്ചതോടെ CPM അംഗങ്ങൾ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ഡയസിനടുത്തേക്ക് നീങ്ങി. ഇതോടെ UDF അംഗവും രംഗത്തെത്തി. ഇതോടെ ബഹളം രൂക്ഷമായി. മൻസൂർ രാജിവെക്കണമെന്ന് UDF കൗൺസിലർമാരും അധ്യക്ഷന്റെ ഉൾപ്പെടെ എല്ലാ വാർഡുകളിലും അന്വേഷണം വേണമെന്ന് CPM അംഗങ്ങളും ആവശ്യപ്പെട്ട് ബഹളം വെച്ചു. ഇതോടെ കൗൺസിൽ അവസാനിപ്പിച്ചതായി അറിയിച്ച് ഭരണപക്ഷം ഡയസ് വിട്ടു. അവരതിന് തയ്യാറില്ല, നമ്മൾ തയ്യാറ്. CPM മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറിക്കെതിരെ ഉയർന്ന ആരോപണത്തിന്റെ നിജസ്ഥിതി പുറത്തുകൊണ്ടുവരണമെന്ന് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. കരാറുകാരെ ഭീഷണിപ്പെടുത്തി പാർട്ടി ഫണ്ട് സ്വീകരിക്കുന്നുവെന്ന ആരോപണം ഗൗരവമുള്ളതാണ്. ഇക്കാര്യത്തിൽ ഏരിയ സെക്രട്ടറി നയം വ്യക്തമാക്കണമെന്നും ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. CPM അംഗമായ കരാറുകാരനാണ് CPM ഏരിയ സെക്രട്ടറിക്കെതിരെ ഗൗരവമായ ആരോപണം ഉന്നയിച്ചത്. പലരിൽ നിന്നും പാർട്ടികൾ ഫണ്ട് സ്വീകരിക്കാറുണ്ട്. എന്നാൽ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്ന രീതി അംഗീകരിക്കാനാവില്ല. ഇപ്പോൾ ഉയർന്നു വന്ന ആരോപണത്തിലെ നിജസ്ഥിതി എന്താണെന്ന് പറയാനാവില്ല. ഇത് ദൂരീകരിക്കാൻ ഏരിയ സെക്രട്ടറി തയ്യാറാവണം. അതോടൊപ്പം CPM-ഉം ആവശ്യമെങ്കിൽ മറ്റ് ഏജൻസികളും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്ന് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് അലായൻ പറഞ്ഞു. CPM-ന്റെ ഏരിയ സെക്രട്ടറിക്കെതിരെ അതിഗൗരവമായ അപകടകരമായ വലിയ ആരോപണം കൃത്യമായി സാമൂഹിക മാധ്യമങ്ങളിലൂടെയും ടെലിഫോൺ സംഭാഷണവും സംസാരവുമെല്ലാം പൊതുജനങ്ങൾക്കിടയിൽ 2 ദിവസമായി വലിയ ചർച്ചയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഭീഷണിപ്പെടുത്തി ഫണ്ട് സമാഹരിക്കുക എന്നുള്ളത് ഒരു കാരണവശാലും നമ്മളാരും സ്വീകരിക്കാത്തതും അംഗീകരിക്കാൻ പറ്റാത്തതുമാണ്. ആയതുകൊണ്ട് തന്നെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഈ വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണം അത് ഇതുവരെ നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന് സമഗ്രമായ അന്വേഷണം നടത്തണം. അതിൽ എന്തെല്ലാം ഗൂഢാലോചനകളുണ്ടെങ്കിൽ ആ ഗൂഢാലോചനയാകട്ടെ എന്താകട്ടെ എല്ലാം സത്യസന്ധമായ അന്വേഷണം നടത്തി ഇതിനകത്ത് ഏരിയ സെക്രട്ടറിക്കെതിരെ വന്ന ആരോപണം അതിഗൗരവമുള്ളതാണ്. മുസ്ലിം ലീഗ് അത് ഗൗരവത്തോടെ കാണും. ജനറൽ സെക്രട്ടറി ഹുസൈൻ കോളശ്ശേരി, ഭാരവാഹികളായ ഹുസൈൻ കളത്തിൽ, KT അബ്ദുള്ള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മണ്ണാർക്കാട് ചന്ദനവേട്ട. കാറിന്റെ രഹസ്യ അറയിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച 64 കിലോ ചന്ദനം പോലീസ് പിടികൂടി. ഒരാളെ അറസ്റ്റ് ചെയ്തു. മണ്ണാർക്കാട് കുമരമ്പത്തൂർ പള്ളിക്കുന്ന് കല്ലന്തൊടി നിസാറാണ് അറസ്റ്റിലായത്. ബുധനാഴ്ച രാത്രി അക്കിപ്പാടത്ത് CI MB രാജേഷിന്റെ നേതൃത്വത്തിലുള്ള വാഹന പരിശോധനയ്ക്കിടെയാണ് ഇയാൾ പിടിയിലായത്. ചന്ദനം കടത്താൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു. കാറിന്റെ പിൻഭാഗത്ത് രഹസ്യ അറയുണ്ടാക്കിയാണ് ചന്ദനം ഒളിപ്പിച്ചു വച്ചിരുന്നത്. മറയൂരിൽ നിന്നാണ് ചന്ദനം എത്തിച്ചതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കൂടുതൽ കേസുകളിൽ നസീർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. പെരിന്തൽമണ്ണയിൽ വൻ കഞ്ചാവ് വേട്ട. കാറിൽ കടത്തിയ കഞ്ചാവുമായി യുവാവിനെ പോലീസ് പിടികൂടി. കോട്ടയ്ക്കൽ സ്വദേശി റാഷിദാണ് പിടിയിലായത്. കാറിൽ നിന്നും 5 കിലോ 800 ഗ്രാം കഞ്ചാവും ഹാഷിസും പോലീസ് പിടിച്ചെടുത്തു.
കോട്ടയ്ക്കൽ എടരിക്കോട് സ്വദേശി മേമ്പടിക്കാട്ടിൽ റാഷിദിനെ പെരിന്തൽമണ്ണ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപത്തു നിന്നാണ് പോലീസ് പിടികൂടിയത്. കാറിന്റെ ഉള്ളിൽ പല ഭാഗങ്ങളിലായി കഞ്ചാവ് ഒളിപ്പിച്ച നിലയിലായിരുന്നു. പെരിന്തൽമണ്ണ സബ് ഇൻസ്പെക്ടർ ഷിജു സി തങ്കച്ചന്റെ നേതൃത്വത്തിലുള്ള സംഘവും ഡാൻസ് ഓഫ് സ്ക്വാഡും ചേർന്നാണ് പിടികൂടിയത്. കഞ്ചാവ് കടത്തുകയായിരുന്ന കാർ പോലീസ് തടയുകയായിരുന്നു. 5 കിലോ 800 ഗ്രാം കഞ്ചാവ് കാറിൽ നിന്ന് കണ്ടെടുത്തു. 100 ഗ്രാം ഹാഷിഷും കണ്ടെടുത്തു. മണ്ണാർക്കാട് തെങ്കര മേലാമുറിയിൽ തൊഴുത്തിൽ കെട്ടിയ പശുവിനെ കടത്തിക്കൊണ്ടുപോയി കൊന്ന കേസിൽ പ്രതി അറസ്റ്റിൽ. മേലാമുറിയിൽ നിറയിങ്ങൽ വിനീതാണ് അറസ്റ്റിലായത്. പശുവിനെ കൊന്ന് ഇറച്ചി മാനിറച്ചി എന്ന പേരിൽ വിറ്റഴിക്കുകയായിരുന്നു. മാർച്ച് 27-നാണ് മേലാമുറി പരുത്തിപ്പുള്ളി പ്രകാശിന്റെ പശുവിനെ കൊന്ന് മാംസം കൊണ്ടുപോയത്. 1 കിൻഡൽ തൂക്കം വരുന്ന 2 വയസ്സ് പ്രായമുള്ള പശുവിന്റെ 2 മുൻകാലുകളും 1 പിൻകാലും കൂർത്ത ആയുധം കൊണ്ട് കുത്തി അടർത്തിയ നിലയിലായിരുന്നു. തലയും മറ്റ് ശരീരഭാഗങ്ങളും ഉപേക്ഷിച്ചു. പിറ്റേ ദിവസം പുലർച്ചെയാണ് പശുവിനെ കാണാതായത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വീട്ടിൽ നിന്ന് 3/4 കിലോമീറ്റർ മാറി വനത്തിലാണ് പശുവിന്റെ ജഡം കണ്ടെത്തിയത്. മണ്ണാർക്കാട് പോലീസിന് ലഭിച്ച പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചെങ്കിലും ഒളിവിൽ പോയതിനാൽ പിടികൂടാനായില്ല. അന്നേ ദിവസം വിനീത് മാനിറച്ചി എന്ന പേരിൽ വ്യാപകമായി ഇറച്ചി വിൽപ്പന നടത്തിയത് പോലീസ് കണ്ടെത്തി. ഇറച്ചി വാങ്ങിയവരെ പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് വിൽപ്പനക്കാരനെ കുറിച്ച് വിവരം ലഭിച്ചത്. തുടർന്ന് മണ്ണാർക്കാട് പോലീസ് ഇൻസ്പെക്ടർ MP രാജേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ വിനീത് കസ്റ്റഡിയിലാവുകയായിരുന്നു. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിലെ തിരുവാഴിയോട് ജംഗ്ഷനിൽ സ്ഥാപിച്ച ഡിവൈഡറുകൾ അപകടങ്ങൾ ഉണ്ടാക്കുന്നെന്ന പരാതിയുമായി വ്യാപാരികളും ചുമട്ടുതൊഴിലാളികളും രംഗത്ത്. കഴിഞ്ഞ ദിവസം ഓട്ടോ തൊഴിലാളികളും പുതിയ പരിഷ്കരണത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. പഴയ ട്രാഫിക് റൗണ്ട് പൊളിച്ചാണ് ഡിവൈഡറുകൾ സ്ഥാപിച്ചത്. ഡിവൈഡറുകൾ സ്ഥാപിച്ചപ്പോൾ മണ്ണാർക്കാട് ഭാഗത്തു നിന്നും ഒറ്റപ്പാലം ഭാഗത്തേക്കുള്ള പാതയിടം വീതി കുറഞ്ഞെന്നാണ് പ്രധാന പരാതി. പാലക്കാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ മണ്ണാർക്കാട് ഭാഗത്തേക്ക് തിരിയുമ്പോൾ ചെർപ്പളശ്ശേരി പാലക്കാട് റോഡിൽ വരുന്ന വാഹനങ്ങളുമായി അപകടമുണ്ടാവാൻ സാധ്യത ഏറെയാണ്. ബസ് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്യുന്ന കാൽനട യാത്രക്കാർക്കും അപകട സാധ്യത കൂടുതലാണ്. പണി തുടങ്ങിയ സമയത്ത് തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നതായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി തിരുവാഴിയോട് യൂണിറ്റ് ജനറൽ സെക്രട്ടറി AC കൊച്ചുകുട്ടൻ പറഞ്ഞു. മുണ്ടൂർ തൂത റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി തിരുവാഴി സെൻട്രൽ ഉണ്ടാക്കിയിട്ടുള്ള ഗതാഗത നിയന്ത്രണത്തിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഡിവൈഡറുകൾ അശാസ്ത്രീയവും അപകടം വിളിച്ചോതുന്നതുമായ രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദിവസേന ഇവിടെ അപകടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജംഗ്ഷനായതുകൊണ്ട് തന്നെ നിരവധി വാഹനങ്ങൾ പോകുന്നതിനുള്ള കൃത്യമായ രൂപരേഖകൾ ഇവിടെ ഇല്ല. കൃത്യമായ മാർക്കിങ്ങോ ഇവിടെ ഇല്ല. 250ഓളം റൂട്ടുകളുള്ള ഒരു ജംഗ്ഷനായിട്ട് തിരുവാഴിയോട് ഇത്തരത്തിലുള്ള ചെറിയ ഒരു ഡിവൈഡറും സ്ഥാപിച്ചുകൊണ്ട് തീർത്തും അശാസ്ത്രീയമായ നിർമ്മിതിയാണ് നടന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഈ നിർമ്മിതി പൊതുസമൂഹത്തിൻ്റെ കൂടി ആവശ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഒരു പൊതു ചർച്ചയിലൂടെ ഇതിൻ്റെ രൂപം മാറ്റിയെടുത്ത് എത്രയും പെട്ടെന്ന് അപകടമില്ലാത്ത ഒരു ജംഗ്ഷനാക്കി മാറ്റണമെന്നും കൂടി അഭ്യർത്ഥിക്കുന്നു. ഇപ്പോഴുള്ള ഡിവൈഡറുകൾക്ക് രൂപമാറ്റം വരുത്തുക, ബസ് സ്റ്റോപ്പുകൾ മാറ്റി സ്ഥാപിക്കുക, ദിശാ ബോർഡുകൾ, സിഗ്നൽ ലൈറ്റുകൾ എന്നിവ സ്ഥാപിക്കുക, ഗതാഗത നിയമലംഘനം തടയുന്നതിന് ജംഗ്ഷനിൽ ഒരു പോലീസുകാരൻ്റെ സേവനം ഉറപ്പുവരുത്തുക തുടങ്ങിയവ വേണമെന്നാണ് ആവശ്യം. ബുധനാഴ്ച മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ സ്ഥലം സന്ദർശിച്ചിരുന്നു. ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ഇവർ ഉറപ്പു നൽകിയതായി വ്യാപാരികൾ മാധ്യമങ്ങളോട് പറഞ്ഞു. പാതാ നിർമ്മാണത്തോടനുബന്ധിച്ചുള്ള ഡ്രെയിനേജ് മണ്ണാർക്കാട് റോഡിലേക്ക് തുറന്നുവിട്ടതിനാൽ മഴയിൽ മണ്ണും കല്ലുകളും വന്നടിയുകയും ചെറുവാഹനങ്ങൾക്ക് ഇത് അപകട ഭീഷണി ഉയർത്തുന്നതായും ചുമട്ടുതൊഴിലാളിയായ K ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അതുപോലെ തന്നെ മണ്ണാർക്കാട് റോഡിലേക്ക് വന്നു നിൽക്കുന്ന ഡ്രെയിനേജ്, ആ ഡ്രെയിനേജിൻ്റെ പണി എത്രയും പെട്ടെന്ന് കഴിച്ചുകൊണ്ട് മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുന്ന വെള്ളത്തെ അതിൻ്റെ ഗതിക്ക് തിരിച്ചുവിടാനുള്ള ഒരു നടപടി കൂടി സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. കരിമ്പുഴ കോട്ടപ്പുറം കുന്നക്കാട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ പാൽ അളക്കുന്ന കർഷകർക്ക് മിൽമ നൽകുന്ന അധിക വില കിട്ടുന്നില്ലെന്ന് പരാതി. 2024 നവംബർ ഡിസംബർ മാസങ്ങളിൽ ലിറ്ററിന് 1 രൂപയും 2025 ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ 2.5 രൂപയും മിൽമ സംഘങ്ങൾക്ക് അധിക വില നൽകിയിട്ടുണ്ട്. ഇത് കർഷകർക്ക് നൽകാൻ സംഘം തയ്യാറായിട്ടില്ല എന്നാണ് ക്ഷീര കർഷകരുടെ പരാതി. സംഘത്തിൽ കർഷകർ എത്തിക്കുന്ന പാലിൽ മുഴുവനും മിൽമയിലേക്ക് നൽകുന്നില്ല എന്നും നല്ലൊരു ശതമാനം പ്രാദേശിക വിൽപ്പന നടത്തുകയാണ് എന്നുമാണ് ഇവർ ആരോപിക്കുന്നത്. മിൽമയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ അധിക വില പ്രാദേശിക വിൽപ്പനയിൽ നിന്നും ലഭിക്കുന്നതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിനാലാണ് കർഷകർക്ക് അവർ അളക്കുന്ന മുഴുവൻ പാലിനും മിൽമ നൽകുന്ന അധിക വില ലഭിക്കാതെ പോകുന്നതെന്നും ഇവർ പറയുന്നു. സംഘം ചെയ്യുന്ന പ്രാദേശിക വിൽപ്പനയിൽ നിന്ന് ലഭിക്കുന്ന തുകയും
മിൽമയിൽ നിന്ന് ലഭിക്കുന്ന അധിക വിലയും കൂടി ഉൾപ്പെടുത്തി കർഷകർക്ക് അളക്കുന്ന മുഴുവൻ പാലിനുമുള്ള അധിക വില നൽകണമെന്നാണ് ക്ഷീരകർഷകരുടെ ആവശ്യം. വിഷുവിനുള്ള അധിക വില തൊട്ടടുത്തുള്ള സംഘം, കരിമ്പുഴ സംഘം 8 രൂപ തോതിൽ എല്ലാ കർഷകർക്കും കൊടുത്തപ്പോൾ ഞങ്ങൾ ഈ കുന്നക്കാട്ടിലെ പാലളക്കണ കർഷകർക്ക് മാത്രമില്ല എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു വിഷമായി. അതിൻ്റെ മുകളിൽ ചോദിച്ചപ്പോൾ ഇവർ പറയണത് സംഘം നഷ്ടത്തിലാണെന്ന്. സംഘം നഷ്ടത്തിലാവാതിരിക്കില്ല, കാരണം ഒരുപാട് ജീവനക്കാരെയും വെച്ചിട്ട് ആകെ 300 ലിറ്റർ പാലിൻ്റെ താഴെയാണ് പാലളവ് ഇവിടെ ഉള്ളത്. ഒരു 4 ജീവനക്കാർ 2-3 ഓട്ടോറിക്ഷ ഓടി എങ്ങനെയും ഈ സംഘം നിലനിൽക്കില്ല. ഈ സംഘത്തിന്റെ നഷ്ടം കർഷകരുടെ നിന്ന് ഈടാക്കണം എന്നുള്ള രൂപത്തിലാണ് ഇപ്പോഴത്തെ ഭരണസമിതിയും ജീവനക്കാരും പറയണത്. അതുമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞങ്ങൾക്ക് ഈ 8 രൂപ എന്നുള്ളത് ഞങ്ങൾക്ക് നവംബർ മാസത്തിൽ തന്നു എന്ന് പറയുന്നുണ്ട്. അതായിക്കോട്ടെ, 8 രൂപയെങ്കിലും ഞങ്ങൾക്ക് കിട്ടാതെ ഞങ്ങൾ ഇതാവില്ല. പറയേണ്ട ഇവർ പല ആൾക്കാരോടും പറയേണ്ട, അവർക്ക് പറ്റില്ലെങ്കിൽ വേറെ എവിടെ. ഞങ്ങൾ ഇത്രയും കാലം 10-22 കൊല്ലമായി ഈ പാലളക്കണോ, ഇനിയും ഞങ്ങൾ ഇവിടെ തന്നെ അളക്കും ചെയ്യും. ഞങ്ങൾക്ക് മാന്യമായ ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾ വാങ്ങും. അതിന് ഇനി എവിടെ തെറ്റം കൊണ്ടുവന്നാലും വേണ്ടില്ല. അത് രണ്ടും തീരുമാനിച്ചിട്ട് തന്നെയാണ് ഇറങ്ങുന്നത്. എന്നാൽ സർക്കാർ സർക്കുലർ പ്രകാരം സംഘത്തിന്റെ സ്വന്തം ഫണ്ടും പ്രാദേശിക വിൽപ്പനയിൽ നിന്നുള്ള ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് കർഷകർക്ക് അധിക വില നൽകേണ്ടതില്ലെന്നും മിൽമയിൽ നിന്ന് ലഭിക്കുന്ന അധിക വില കർഷകർ അളക്കുന്ന മുഴുവൻ പാലിനും ആനുപാതികമായി വിഭജിച്ച് നൽകണമെന്നുമാണ് പറയുന്നതെന്നും സംഘം സെക്രട്ടറി കെ സത്യഭാമ പറഞ്ഞു. പ്രാദേശിക വിൽപ്പന ഇല്ലാതെ ഒരു സംഘത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും സംഘത്തിൻ്റെതായ ചെലവുകൾ മുഴുവനും ഇത്തരം ഫണ്ടിൽ നിന്നുമാണ് നടത്തുന്നതെന്നും പ്രാദേശിക വിൽപ്പന ചെയ്യാമെന്നത് സംഘത്തിന്റെ നിയമാവലിയിലുള്ളതാണെന്നും സെക്രട്ടറി പറഞ്ഞു. മിൽമ കൊടുത്ത പാലിന് ലിറ്റർ അനുപാതത്തിൽ മിൽമ സംഘത്തിന് നൽകുമെന്നും സംഘത്തിന് നൽകിയ ആ തുക ആനുപാതികമായി, അതായത് പാലളവിന്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ച് കർഷകർക്ക് തന്ന തുക മുഴുവനും വിതരണം ചെയ്യണമെന്നാണ് മിൽമ പറഞ്ഞിട്ടുള്ളത്. അതിൽ സംഘം വിഹിതം ഉൾപ്പെടുത്തണമെന്ന് മിൽമ പറഞ്ഞിട്ടില്ല. അതേപോലെ ഗവൺമെന്റിന്റെ ഒരു സർക്കുലർ, അതായത് 23/2008 തീയതിയിലെ DDD KER ബാർ 2256/2024 C2 ഈ നമ്പർ പ്രകാരം നമുക്കൊരു സർക്കുലർ വന്നിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട്, യൂണിയനിൽ നിൽക്കുന്ന അധിക പാൽവില സംഘത്തിൽ സംഭരിച്ച മുഴുവൻ പാലിന്റെയും അളവിന് ആനുപാതികമായി വിഭജിച്ച് തങ്ങളുടെ ക്ഷീര കർഷകർക്ക് നൽകേണ്ടതാണ്. അവരും പറയുന്നുണ്ട്, സംഘത്തിൽ നിന്ന് കിട്ടിയ തുക കർഷകർക്ക് അളവിന് ആനുപാതികമായി വിഭജിച്ചിട്ടാണ് കർഷകർക്ക് കൊടുക്കണം എന്ന് പറയുന്നത്. അതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് അല്ലാതെ സംഘത്തിന്റെ ലോക്കൽ സെയിൽസ് കൊടുക്കണ്ടെന്നും പറയുന്ന കാര്യമില്ല. കാരണം സംഘത്തിന്റെ നിയമാവലിക്ക് അനുസരിച്ച് സംഘത്തിന്റെ നിലനിൽപ്പ് കർഷകർ തന്ന പാല് ലോക്കൽ സെയിൽസ് കൊടുത്ത് ബാക്കി വരുന്നത് നമ്മൾ മിൽമയ്ക്ക് കൊടുക്കണം. അതും ലോക്കൽ സെയിൽസ് ഇല്ലാതെ സംഘത്തിന് നിലനിൽക്കാൻ സാധിക്കില്ല. കാരണം മിൽമയെന്ന് വന്ന പാലിന്റെ മാർജിനും നമുക്ക് കൊടുത്ത മാർജിനും കൂടിയായിട്ട് സംഘത്തിന് നിലനിൽപ്പില്ല. സംഘത്തിന് നിലനിൽപ്പ് വേണ്ടേ? ഇടവേള. വാർത്തകൾ തുടരുന്നു. പുഴയിൽ മുങ്ങിത്താഴ്ന്ന കുട്ടികളെ രക്ഷപ്പെടുത്തിയ വിദ്യാർത്ഥികൾക്ക് അനുമോദന പ്രവാഹം. കഴിഞ്ഞ ദിവസം പാണ്ടിക്കാട് ഒറവംപുറം പുഴയിൽ കുളിക്കുന്നതിനിടെ മുങ്ങിത്താഴ്ന്ന കർണാടക സ്വദേശികളായ കുട്ടികൾക്ക് രക്ഷകരായ സമീപവാസികളായ വിദ്യാർത്ഥികൾക്കാണ് അനുമോദന പ്രവാഹം. ട്രോമ കെയർ പാണ്ടിക്കാട് സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകരാണ് വിദ്യാർത്ഥികൾക്ക് ആദ്യ അനുമോദനം ഒരുക്കിയത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30 കടലുണ്ടിപ്പുഴയിലെ ഒറവുംപുറം പാലത്തിന് സമീപം അപകടമുണ്ടായത്. ഒറവുംപുറത്തെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന കർണാടക സ്വദേശികളായ അനുമന്ത്, ശോഭ ദമ്പതികളുടെ 3 മക്കളാണ് പുഴയിൽ മുങ്ങിത്താഴ്ന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികളായ മംഗലശ്ശേരി നബീൽ, കൊടക്കാടൻ ജാസിൻ അലി, കളത്തിൽ റാഷിം എന്നിവർ ചേർന്ന് അർപ്പിത, പ്രവീൺ എന്നീ കുട്ടികളെ രക്ഷപ്പെടുത്തി. ഇവരുടെ സഹോദരി അർഷിത മുങ്ങിയത് വിദ്യാർത്ഥികൾ അറിഞ്ഞത് മാതാവ് ശോഭ പറഞ്ഞതിനെ തുടർന്നാണ്. തുടർന്ന് സുഹൃത്തുക്കളായ കുന്നുമ്മൽ ആദിൽ, മംഗലശ്ശേരി ജാസിൻ, കളത്തിൽ അനീസ് എന്നിവരുടെ സഹായത്തോടെ നടത്തിയ തിരച്ചിലിലാണ് അർഷിതയെ കണ്ടെത്തിയത്. അർഷിത പിന്നീട് മരണപ്പെട്ടെങ്കിലും സഹോദരങ്ങളായ 2 പേരുടെ ജീവൻ രക്ഷിച്ചത് പ്രദേശവാസികളായ ഈ 6 വിദ്യാർത്ഥികളുടെ മനോധൈര്യവും സമയോചിത ഇടപെടലും കൊണ്ട് മാത്രമാണ്. ഇതേ തുടർന്ന് 6-അംഗ സംഘത്തിന് അനുമോദന പ്രവാഹമാണ്. ആദ്യമായി അനുമോദിച്ചതാകട്ടെ ജലാശയ അപകടങ്ങൾ കുറയ്ക്കാൻ പരിശ്രമം നടത്തുന്ന പാണ്ടിക്കാട് ട്രോമ കെയർ പ്രവർത്തകരും. ബാക്കി 2 കുട്ടികളെ അതിവിദഗ്ധമായിക്കൊണ്ട് അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്ത കുട്ടികളെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് മലപ്പുറം ജില്ലാ ട്രോമ കെയർ പ്രവർത്തകർ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇത്തരത്തിലൊരു അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാ ആളുകളും പകച്ചു നിൽക്കാറാണ്. എന്നാൽ തെല്ലും ഒരു ഭയമില്ലാതെ ഈ മറ്റുള്ള കുട്ടികളെ എടുത്തു ചാടാൻ ഇവർ കാണിച്ച ആ ധീരതയ്ക്ക് ഉള്ള ഒരു അംഗീകാരം എന്നോണമാണ് ഇന്ന് പാണ്ടിക്കാട് ട്രോമ കെയർ പ്രവർത്തകരും അതുപോലെ ഞങ്ങളെ മുഖ്യ രക്ഷാധികാരിയായ CK ഉണ്ണിപ്പ
ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ തികച്ചും ഇവരെ അഭിനന്ദിക്കുക തന്നെ വേണം. കാരണം ഇത് മറ്റുള്ള കുട്ടികൾക്കും ഒരു മാതൃകയാണ്. കാരണം പിന്നെ ഇത്തരം മുങ്ങി മരണങ്ങൾ പാണ്ടിക്കാടും പരിസരത്തും ഉണ്ടാവരുത് എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണ് മലപ്പുറം ജില്ലാ ട്രോമ കെയർ പാണ്ടിക്കാട് സ്റ്റേഷൻ യൂണിറ്റ് കഴിഞ്ഞ 5 വർഷമായി പിന്നെ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകിക്കൊണ്ടുവരുന്നു. ഏകദേശം 1800-ൽ പരം കുട്ടികളെ നീന്തൽ പരിശീലനം പൂർത്തിയാക്കി. ഈ വെക്കേഷൻ ടൈമിൽ ഞങ്ങൾക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ നീന്തൽ അറിയാത്ത നിങ്ങളുടെ എല്ലാ മക്കളെയും ഈ നീന്തൽ പരിശീലനത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ഇത്തരം അപകടങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇത്തരം അനുമോദനങ്ങൾ ഏറെ പ്രചോദനകരമാണെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഉപഹാരം കിട്ടുമെന്ന് കരുതിയിട്ടില്ല. ഞങ്ങൾ പിന്നെ യാദർശികമായിട്ട് രക്ഷിച്ചതാണ്. പിന്നെയാണ് ഒരു കുട്ടീനെ രക്ഷിക്കാത്തതിന് ഞങ്ങൾക്ക് സങ്കടമുണ്ട്. പിന്നെ ട്രോമ കെയറാണ് ആദ്യമായിട്ട് ഞങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നൽകുന്നത്. ട്രോമ കെയർ രക്ഷാധികാരി CKR എണ്ണിപ്പ, ടീം ലീഡർ K മുജീബ്, ഫിറുമോൻ കുറ്റിപ്പുളി, റഹീം കുറ്റിപ്പുളി, അസീസ് വളരാട്, സജിത സുഭാഷ്, ആസാദ് കളത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. നിലമ്പൂർ തിരുവനന്തപുരം രാജ്യറാണി എക്സ്പ്രസ് ട്രെയിനിന് ശ്രീനാരായണ ഗുരുദേവന്റെ പേര് നൽകണമെന്ന് BDJS ആവശ്യമുന്നയിച്ച് റെയിൽവേ മന്ത്രിക്കും NDA കേരള ചെയർമാനും കൺവീനർക്കും നിവേദനം നൽകുമെന്ന് BDJS മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി രമേശ് കോട്ടയപ്പുറത്ത്, വൈസ് പ്രസിഡന്റ് വാസു കോതറായിൽ എന്നിവർ പറഞ്ഞു. നിലമ്പൂർ തിരുവനന്തപുരം രാജ്യറാണി എക്സ്പ്രസിന് ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ പുനർനാമകരണം ചെയ്യണമെന്ന് BDJS മലപ്പുറം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കേരളത്തിൻ്റെ നവോത്ഥാന നായകനായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ എന്നും ജാതി മത ചിന്തകൾക്ക് അതീതമായി, അതുപോലെ തന്നെ മത സൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്നതിനു വേണ്ടി തൻ്റെ ആയുസ് മുഴുവൻ പ്രവർത്തിക്കുകയും അതിലൂടെ കെട്ടിപ്പടുത്ത വലിയൊരു പ്രസ്ഥാനം ഇന്ന് കേരളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഗുരുവിൻ്റെ സന്ദേശം നിലമ്പൂരിൽ നിന്ന് തുടങ്ങി രാജ്യ തലസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ആ ട്രെയിനിനെ ഗുരുദേവന്റെ നാമത്തിൽ അറിയപ്പെടുവാനാണ് ഏറ്റവും ഉചിതമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആവശ്യമുന്നയിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും NDAയുടെ കേരള ചെയർമാൻ രാജീവ് ചന്ദ്രശേഖരനും കൺവീനർ തുഷാർ വെള്ളാപ്പള്ളിക്കും നിവേദനം നൽകുമെന്നും BDJS ജില്ലാ ജനറൽ സെക്രട്ടറി രമേശ് കോട്ടയപ്പുറത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് വാസു കോതറായിൽ എന്നിവർ പറഞ്ഞു. പിന്നെ ഈ ട്രെയിനിന് ശ്രീനാരായണ ഗുരുദേവന്റെ പേര് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു കൃത്യമായൊരു നിവേദനം NDAയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖറിനും പിന്നെ കൺവീനറായിട്ടുള്ള ശ്രീ തുഷാർ വെള്ളാപ്പള്ളിക്കും റെയിൽവേ മന്ത്രിക്കും മറ്റ് ബോർഡ് അംഗങ്ങൾക്കും കൊടുക്കുന്നതാണ്. കോയമ്പത്തൂരിൽ നിന്നും ഷൊർണൂർ ജംഗ്ഷൻ വരെയുള്ള മെമു സർവീസ് നിലമ്പൂർ വരെ നീട്ടണമെന്നും BDJS ആവശ്യപ്പെട്ടു. പകൽ സമയത്ത് ഷൊർണൂർ നിലമ്പൂർ ലൈനിലുള്ള 6 മണിക്കൂർ ഇടവേള ഇല്ലാതാക്കാനും നിലമ്പൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് നേരിട്ട് യാത്ര ചെയ്യാവുന്ന ട്രെയിനിന് കണക്ഷൻ ലഭിക്കുകയും തെക്കോട്ടുള്ള യാത്രയ്ക്ക് വേണാട് എക്സ്പ്രസിന് കണക്ഷൻ ലഭിക്കുന്നതിനും സാധ്യമാകും. എറണാകുളത്ത് നിന്നും രാത്രി 8:45 ഷൊർണൂർ എത്തുന്ന മെമു ട്രെയിനും നിലമ്പൂരിലേക്ക് നീട്ടണമെന്നും BDJS ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായാൽ ഏകദേശം 25ഓളം സർവീസുകൾക്ക് കണക്ഷൻ ലഭിക്കുകയും ചെയ്യും. വല്ലപ്പുഴയിൽ പൊതു കളിസ്ഥലം ഒരുക്കുന്നു. ഇതിന്റെ നടപടികൾ പൂർത്തിയായി വരികയാണെന്ന് മുഹമ്മദ് മൂസിൻ MLA അറിയിച്ചു. 50 ലക്ഷം രൂപ ഇതിനായി അനുവദിച്ചതായി MLA അറിയിച്ചു. വല്ലപ്പുഴയിൽ കാഞ്ഞിരപ്പുഴ ഇറിഗേഷന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് പൊതു കളിസ്ഥലം യാഥാർത്ഥ്യമാക്കാൻ ലക്ഷ്യമിടുന്നത്. തടസ്സങ്ങൾ നീക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇറിഗേഷന്റെ സ്ഥലം ഇതിനായി വിട്ടുകിട്ടിയിട്ടുണ്ട്. കളിസ്ഥലം നിർമ്മാണത്തിന് 50 ലക്ഷം രൂപ അനുവദിച്ചതായി മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. വല്ലപ്പുഴയിൽ കാഞ്ഞിരപ്പുഴ ഇറിഗേഷന്റെ സ്ഥലം അവിടെ കിടക്കുന്നുണ്ട്. അത് ഇറിഗേഷൻ അല്ലാതെ സ്പോർട്സിന് വേണ്ടി വിട്ടുകൊടുക്കാൻ പല സാങ്കേതിക തടസ്സങ്ങളുണ്ടായിരുന്നു. എന്നാൽ ആ തടസ്സങ്ങൾ പരിഹരിച്ചുകൊണ്ട് ആ സ്ഥലം സ്പോർട്സിന് വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ട് തൽക്കാലം അവിടെ ജനങ്ങൾക്ക് വേണ്ടി ഒരു ഗ്രൗണ്ട് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട യോഗം ഇവിടെ താലൂക്കിൽ വിളിച്ചു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഉണ്ടായിരുന്നു മീറ്റിങ്ങിൽ. അപ്പോൾ അവിടെ 50 ലക്ഷം രൂപ MLA ഫണ്ടിൽ അവിടെ ഗ്രൗണ്ട് നിർമ്മിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കാനും അതോടൊപ്പം ഇതിനു വേണ്ട അനുമതികൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ വല്ലപ്പുഴയിൽ ഏറ്റവും മികച്ച രീതിയിൽ ഫുട്ബോളിനൊക്കെ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന പ്രദേശമാണ് വല്ലപ്പുഴ. അവിടെ ഒരു ഗ്രൗണ്ട് കൂടി നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയും. അപ്പോൾ അതിനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് ഫണ്ട് കൂടി 50 ലക്ഷം ലഭ്യമാക്കാൻ വേണ്ടി തീരുമാനിച്ചു. നിലവിൽ സ്കൂൾ ഗ്രൗണ്ടുകളല്ലാതെ വല്ലപ്പുഴയിൽ വലിയ പൊതു കളിസ്ഥലമില്ല. ലഭ്യമായ സ്ഥലത്ത് മികച്ച രീതിയിൽ കളിസ്ഥലം നിർമ്മിക്കുന്നതോടെ പ്രദേശത്തെ കായിക മേഖലയ്ക്ക് വലിയ ഗുണകരമാകും.
ലഹരിക്കെതിരെ കൈകോർക്കാൻ ചെർപ്പുളശ്ശേരി ആർദ്രം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി 26-ന് ശനിയാഴ്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ ബഹുജന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കും. ഈ പോരാട്ടത്തിൽ ഏവരും പങ്കുചേരണമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 20 വർഷമായി ചെർപ്പുളശ്ശേരി നഗരസഭയിലും പരിസര പഞ്ചായത്തുകളിലും പാലിയേറ്റീവ് പ്രവർത്തനവുമായി മുന്നോട്ടു പോകുന്ന ചെർപ്പുളശ്ശേരി ആർദ്രം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ലഹരിക്കെതിരായ പോരാട്ടവുമായി മുന്നോട്ടിറങ്ങുന്നത്. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനും വ്യാപനത്തിനുമെതിരായി ആർദ്രം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ബഹുജന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കും. ഏപ്രിൽ 26-ന് ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ചെർപ്പുളശ്ശേരി ഹൈസ്കൂൾ മൈതാനിയിൽ നിന്ന് ആരംഭിക്കുന്ന ബഹുജന റാലി ചെർപ്പുളശ്ശേരി SHO ബിനു തോമസ് ഫ്ലാഗ് ഓഫ് ചെയ്യും. തുടർന്ന് ചെർപ്പുളശ്ശേരി ടൗണിൽ നടക്കുന്ന പൊതുസമ്മേളനം നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഷൊർണൂർ DYSP ആർ മനോജ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തുമെന്നും ആർദ്രം പാലിയേറ്റീവ് കെയർ പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലഹരി നമ്മുടെ നാട്ടിൽ വലിയ ഒരു വിപത്തായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ വിപത്ത് എന്ന് തന്നെ പറയാം. കാരണം അത് നമ്മുടെ വളർന്നു വരുന്ന തലമുറേനെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ഒരു തലമുറ ഒരു പക്ഷേ നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത അത്രയും വലിയ ഒരു അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സംഘടന എന്നുള്ള നിലക്ക് നമുക്കത് നോക്കി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആർദ്രം ഈ 26-ാം തീയതി ശനിയാഴ്ച ചെർപ്പുളശ്ശേരിയിൽ വെച്ചിട്ട് ഒരു ബോധവൽക്കരണ റാലിയും അതിനോടനുബന്ധിച്ച് ഒരു സമ്മേളനവും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആർദ്രം ചെർപ്പുളശ്ശേരി ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്നതിൻ്റെ കൂടെ ആർദ്രത്തിൻ്റെ സഹോദര സംഘടനകളായ സ്നേഹാർദ്രം, ആർദ്രതീരം എന്നീ സംഘടനകളെ പിന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ആയിരക്കണക്കിൽ ആളുകളെ പങ്കെടുപ്പിച്ചുള്ള ഒരു മഹാറാലി തന്നെയാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. നമ്മൾ നാട്ടിൽ വളർന്നു വരുന്ന ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഏത് തലത്തിലുള്ള ആണും പെണ്ണും വ്യത്യാസമല്ലാതെ ലഹരിയുടെ അപകടകരമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാനും നമ്മുടെ ചെർപ്പുളശ്ശേരിയും പരിസരത്തുള്ള പ്രദേശങ്ങളും ലഹരി വിമുക്തമാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രഥമ ചുവടുവെപ്പാണ് ചെർപ്പുളശ്ശേരിയിൽ നടക്കാൻ പോകുന്നത്. ആർദ്രം ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PT ഹമീദ്, പ്രസിഡന്റ് VP ഹുസൈൻ, സെക്രട്ടറി A രാമകൃഷ്ണൻ, കോർഡിനേറ്റർ PT ഹംസ, ഇക്ബാൽ K, സാബിറ മൊയ്തു, ഹാഷിം മാട്ടര തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലഹരിക്കെതിരെ സന്ദേശവുമായി വേനൽ തുമ്പികൾ. ബാലസംഘം പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വേനൽ തുമ്പി കലാജാഥ പര്യടനം തുടരുന്നു. വിവിധ കേന്ദ്രങ്ങളിൽ കലാജാഥയ്ക്ക് സ്വീകരണം നൽകി. നാടിൻ്റെ നന്മയ്ക്കായി പാടിയും നെറുകേടിനെതിരെ ശബ്ദമുയർത്തിയും ബാലസംഘം കലാജാഥ പ്രയാണം തുടരുകയാണ്. പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വേനൽത്തുമ്പി കലാജാഥ സംഘടിപ്പിച്ചത്. കലാജാഥയുടെ പര്യടനം 4 ദിവസം പിന്നിട്ടു. അന്ധവിശ്വാസത്തിനും വർഗീയതയ്ക്കും പട്ടിണിക്കും ലഹരിക്കുമെതിരെ സന്ദേശമുയർത്തിയാണ് കലാജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏരിയയിലെ 13 വില്ലേജുകളിലായി 25 കേന്ദ്രങ്ങളിലാണ് സ്വീകരണം. MT വാസുദേവൻ നായർക്ക് സ്മരണാഞ്ജലി അർപ്പിക്കുന്ന സംഗീതശില്പം, തല്ലുകളി, പാവങ്ങൾ, കെണി, ബത്തൂട്ടി, യസച്ചാട്ട് തുടങ്ങിയ നാടകങ്ങളും നൃത്തശില്പവും സ്വീകരണ കേന്ദ്രങ്ങളിൽ അവതരിപ്പിക്കും. 26-ന് വൈകുന്നേരം കുരുവമ്പലത്തെ 2-ാം മൈലിൽ കലാജാഥ സമാപിക്കും. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി നേതൃയോഗം സംഘടിപ്പിച്ചു. പുതിയ ഭാരവാഹികളെ യോഗത്തിൽ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നേതൃയോഗം സംഘടിപ്പിച്ചത്. യോഗത്തിൽ പുതിയ ഭാരവാഹികളെ ഷാൾ അണിയിച്ച് ആദരിച്ചു. ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാലൻ അധ്യക്ഷനായി. മുൻ ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്, മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം K ശിവദാസ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ K മനോജ്, അഡ്വക്കേറ്റ് സിനി മനോജ്, ബാബു പൂക്കാട്ടിരി എന്നിവർ സംസാരിച്ചു. ആലനല്ലൂർ മുണ്ടത്തുപള്ളി മഹല്ല് കമ്മിറ്റിയും അൽഷബാബ് യൂത്ത് വിങ്ങും സംഘടിപ്പിക്കുന്ന മതപ്രഭാഷണവും ഇഷ്ക് മജ്ലിസും തുടങ്ങി. മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ദാറുത് തഖ്വ ഇസ്ലാമിക് അക്കാദമിയിൽ ഈ വർഷം മുതൽ SNEC ലൈഫ് പ്ലസ് സ്ട്രീം ആരംഭിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള മുണ്ടത്തുപള്ളി മഹലിൽ ആത്മീയ വിദ്യാഭ്യാസ സാമൂഹിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്.
ദർസ്, അറബി കോളേജ് എന്നിവ പ്രവർത്തിക്കുന്നു. ധാർമ്മിക മൂല്യങ്ങളിൽ ഊന്നിയ വിദ്യാഭ്യാസത്തിലൂടെ പ്രതിഭാശാലികളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സംവിധാനമാണ് SNEC. അലനല്ലൂരിലെ ദാറുത്തഖ്വ ഇസ്ലാമിക് അക്കാദമിയിൽ ഈ അധ്യയന വർഷം SNEC ലൈഫ് പ്ലസ് സ്ട്രീം ആരംഭിക്കും. വിവിധ മത്സരങ്ങൾക്ക് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാൻ 8ാം ക്ലാസ് മുതൽ തന്നെ പരിശീലനം ഉൾപ്പെടെ നൽകുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് പാണക്കാട് സാബിക് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സിറാജുദ്ദീൻ കാസിമി പത്തനാപുരം പ്രസംഗിക്കും. 28-ന് അലവി ഫൈസി കുളപ്പറമ്പ് ഉദ്ഘാടനം ചെയ്യും. കബീർ ബാഖവി കാഞ്ഞാർ പ്രസംഗിക്കും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരുപാട് വിദ്യാഭ്യാസ സാമൂഹിക മേഖലകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അനന്തപുരം മുണ്ടത്ത് പള്ളി മഹൽ ആ കമ്മിറ്റിക്ക് കീഴിലായി മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ മകുടോദാഹരണമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദാറുത്തഖ്വ ഇസ്ലാമിക് അക്കാദമി എന്ന സ്ഥാപനം അങ്ങനെ പല വിധത്തിലായി പല പാക്കേജുകൾക്ക് പല പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ മഹല്ല് കമ്മിറ്റി, അതോടൊപ്പം തന്നെ അതിൻ്റെ താങ്ങും തണലുമായി എന്നും നാടിൻ്റെ അഭിമാനമായി നിൽക്കുന്ന അൽ ഷബാബ് യൂത്ത് വിംഗ് എന്ന് പറയുന്ന യുവാക്കളും കൂടി ഒരു 3 ദിവസത്തെ പ്രോഗ്രാം മതപ്രഭാഷണം ചാർട്ട് ചെയ്തിട്ടുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട്. 24, 26, 28 തീയതികളിൽ ആദ്യത്തെ ദിവസമായി ഇന്ന് പ്രവാചകന്റെ ദർശനങ്ങളൊക്കെ അതിൻ്റെ മഹല്ല് പ്രസിഡന്റ് സൈനുദ്ദീൻ ഹാജി, ജനറൽ സെക്രട്ടറി P. അലി ദാരിമി, വൈസ് പ്രസിഡന്റുമാരായ അലി, ബഷീർ ഫൈസി, സെക്രട്ടറി ഖാദർ കാട്ടുകുളം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള മുസ്ലിം ജമാഅത്ത് ആദർശ സമ്മേളനം 25-ന് വെള്ളിയാഴ്ച അലനല്ലൂരിൽ നടക്കും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറ അംഗം C. മുഹമ്മദ് ഫൈസി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അലനല്ലൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരള മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ കർമ്മ സാമയികം പദ്ധതിയുടെ ഭാഗമായി മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ നടത്തിവരുന്ന ആദർശ സമ്മേളനത്തിനാണ് വെള്ളിയാഴ്ച വൈകിട്ട് 4:30-ന് അലനല്ലൂർ ചന്തപ്പടിയിൽ നിന്നും തുടക്കം കുറിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറ അംഗം C. മുഹമ്മദ് ഫൈസി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി സൈദുലവി ചങ്ങര, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറ അംഗം PSK മൊയ്തു ബാഗവി മാടവന തുടങ്ങിയവർ പങ്കെടുക്കും. ആദർശയാത്രയുടെ നേതൃത്വം ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗങ്ങളായ ബഹുമാന്യരായ C. മുഹമ്മദ് ഫൈസി, ബഹുമാനപ്പെട്ട PSK മൊയ്തു ബാഗവി മാടവന, കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ജില്ലാ സംസ്ഥാന സെക്രട്ടറി സൈദലി മാഷ് ചെങ്ങറ തുടങ്ങുന്നവർ യാത്രയെ നയിക്കും. പാരമ്പര്യ ഇസ്ലാമിന്റെ പവിത്രമായ ആദർശങ്ങളും മുസ്ലിം സമുദായത്തിൽ നവീനവാദികൾ പടച്ചുണ്ടാക്കിയ അനൈക്യത്തിന്റെ വിഷലിപ്തമായ ആശയങ്ങളും സമ്മേളനത്തിൽ അനാവരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വർത്തമാന സാഹചര്യത്തിൽ ഭീകരത, അതുപോലെ വർഗീയത തുടങ്ങിയ മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്തരം പ്രവർത്തനങ്ങളെയും ചിന്താധാരകളെയും അത് പരിശുദ്ധ ഇസ്ലാമിന് നിരക്കാത്തതാണ് എന്നും ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്തതാണ് എന്നും സർവ്വ ജനങ്ങളെയും വിശിഷ്യ മുസ്ലിം വിശ്വാസം അംഗീകരിച്ച എല്ലാ മനുഷ്യരെയും ആ ഒരു വിളംബരം അറിയിക്കുക, ആ സന്ദേശം അറിയിക്കുക എന്നത് നമ്മുടെ ഈ ഒരു സമ്മേളനത്തിൻ്റെയും ഈ ഒരു കൂട്ടായ്മയുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. സമാധാനത്തോടുകൂടെ വർഷങ്ങളായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള മുസ്ലിം ജമാഅത്തും അതിൻ്റെ കീഴ്ഘടകങ്ങളും. അതുകൊണ്ട് തന്നെ ഈ ആദർശ സമ്മേളനം കൊണ്ട് കേരള മുസ്ലിം ജമാഅത്തും അതിൻ്റെ കീഴ്ഘടകങ്ങളും ലക്ഷ്യമാക്കുന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ സമാധാനപരമായ ജീവിതമാണ്. സോൺ കേന്ദ്രങ്ങളിലെ പ്രചാരണങ്ങളും പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി വിപുലമായ ഒരുക്കങ്ങളാണ് അലനല്ലൂരിൽ നടത്തിയിട്ടുള്ളത്. കേരള മുസ്ലിം ജമാഅത്ത് അലനല്ലൂർ സോൺ പ്രസിഡന്റ് M. മുഹമ്മദ് അലി കാമിൽ സഖാഫി, ജനറൽ സെക്രട്ടറി ഹംസ കാവുണ്ട, SYS അലനല്ലൂർ സോൺ പ്രസിഡന്റ് സൈദലവി സഖാഫി തിരുവിഴാംകുന്ന്, ജനറൽ സെക്രട്ടറി അബൂബക്കർ നാലകത്ത്, SSF അലനല്ലൂർ ഡിവിഷൻ പ്രസിഡന്റ് മുഹമ്മദ് റാഫി സഖാഫി കാവുണ്ട, MA സലാം മുസ്ലിയാർ, കുഞ്ഞിക്കോയ അൻവരി, അല്ലമീൻ സഖാഫി ഭീമനാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
അമ്പലപ്പാറ വേങ്ങശ്ശേരി NSS ഹൈസ്കൂളിൽ അവധിക്കാല ഫുട്ബോൾ പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം M. സനീഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോളാണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒറ്റപ്പാലം BRCയിലെ കായിക അധ്യാപകനായ M. രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നടക്കുന്നത്. രാവിലെ 7 മണി മുതൽ 8:30 വരെയാണ് പരിശീലനം. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗം M. സനീഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാന അധ്യാപകൻ M. ശശികുമാർ, M. രാധാകൃഷ്ണൻ, B. ധരേഷ്, V. വിദ്യ എന്നിവർ സംസാരിച്ചു. പട്ടിക്കാട് വടപുറം സംസ്ഥാന പാതയിലെ തച്ചിങ്ങനാടം ബാങ്ക് പടിയിൽ അപകടങ്ങൾ പതിവായിട്ടും നടപടി സ്വീകരിക്കാത്തതിനെതിരെ ജനരോഷം ശക്തമാകുന്നു. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 2 അപകടങ്ങളിലായി 4 പേർക്കാണ് പരിക്കേറ്റത്. അപകട നിയന്ത്രണ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കണമെന്ന ആവശ്യം ശക്തമാണ്. തോട്ടപ്പായ മുതൽ ബാങ്ക് പടി വരെ നേർരേഖ കണക്കെയാണ് സംസ്ഥാനപാത കടന്നു പോകുന്നത്. ഇക്കാരണത്താൽ അമിത വേഗതയിലാണ് ഇതുവഴി വാഹനങ്ങൾ സഞ്ചരിക്കുന്നത്. തൃശൂർ മൈസൂർ അന്തർ സംസ്ഥാനപാത ആയിട്ട് കൂടി റോഡിന് വേണ്ടത്ര വീതിയില്ലാത്തതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇതോടൊപ്പം സംസ്ഥാനപാതയിൽ നിന്ന് ചമ്മന്തട്ടയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം കൂടുതൽ അപകട മേഖലയാവുകയാണ്. ചമ്മന്തട്ട ഭാഗത്തു നിന്ന് സംസ്ഥാനപാതയിലേക്ക് ഇറങ്ങുന്ന വാഹനങ്ങളാണ് കൂടുതൽ അപകടത്തിൽപ്പെടുന്നത്. മാസങ്ങൾക്ക് മുൻപ് ഇവിടെയുണ്ടായ അപകടത്തിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തിരുന്നു. അപകടങ്ങൾ തുടർക്കഥയായിട്ടും വേഗത നിയന്ത്രണ സംവിധാനങ്ങൾ ഒരുക്കാത്തത് വലിയ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കുകയാണ്. പെരുന്തമണ്ണ നിലമ്പൂർ റോഡാണ്. ഇതിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 2 അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അപകടങ്ങൾ കാരണം 5ഓളം പേർക്ക് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അപകടം പറ്റിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഈ അപകടം ഉണ്ടാകാൻ കാരണം റോഡിൻ്റെ നേരായ റോഡാണ്, ഒരു കാഴ്ചയല്ല. പിന്നെ അതുപോലെ വീതി കുറവാണ് വലിയ പ്രശ്നം. ഇപ്പോൾ ആക്കുറുമ്പ് അങ്ങോട്ടാണെങ്കിലും ഈ റോഡാണെങ്കിലും വളരെ വീതി കുറവുണ്ട്. ഇതിനെതിരെ ഹൈക്കോടതിയിൽ പോയിട്ട് കേസ് നടക്കുന്നുണ്ട്, അതിൻ്റെ നടപടി സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനി വീതി കൂടുകയാണെങ്കിൽ ആ ഭാഗങ്ങളിൽ റോഡ് ടാർ ചെയ്ത് ജനങ്ങൾക്ക് യാത്ര സുഖമായി പോകാനുള്ള ഒരു നടപടി സ്വീകരിക്കണം എന്ന് ആണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കീഴാറ്റൂർ. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. പട്ടാമ്പി നഗരസഭയിലെ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് യൂണിഫോമും സുരക്ഷാ ഉപകരണങ്ങളും നൽകി. ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി വിതരണോദ്ഘാടനം നിർവഹിച്ചു. 60 പേർക്കാണ് യൂണിഫോമും സുരക്ഷാോപകരണങ്ങളും അടങ്ങിയ കിറ്റ് നൽകിയത്. പട്ടാമ്പി നഗരത്തെ ഇത്രത്തോളം വൃത്തിയാക്കി വെക്കുന്നു എന്നുള്ളത് നമുക്ക് പട്ടാമ്പിക്കാർക്ക് മാത്രമല്ല, പട്ടാമ്പി എന്ന് പറയുന്ന ഒരു പ്രധാന മലപ്പുറം ജില്ലയെയും അതുപോലെ തൃശ്ശൂർ ജില്ലയെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ അവരിൽ നിന്ന്, ആ യാത്രക്കാരിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത്. അവർ പറയുന്നത് മുൻകാലങ്ങളിൽ നിങ്ങൾ പട്ടാമ്പിയിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്ന കാഴ്ചയല്ല ഇന്ന് പട്ടാമ്പി നഗരത്തിലുള്ളത്. മുൻകാലങ്ങളിലൊക്കെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് തന്നെ ഓരോ ഭാഗങ്ങളിൽ കുമിഞ്ഞുകൂടിയുള്ള മാലിന്യങ്ങളായിരുന്നു. വൈസ് ചെയർമാൻ TP ഷാജി അധ്യക്ഷനായി. KR നാരായണസ്വാമി, C. സംഗീത, KT റുക്കിയ, സ്വാമിനാഥൻ, സുബ്രഹ്മണ്യൻ തുടങ്ങിയവരും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും ഹരിതകർമ്മസേന അംഗങ്ങളും പങ്കെടുത്തു. ചെർപ്പുളശ്ശേരി ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സൗജന്യ കമ്പ്യൂട്ടർ കോഴ്സ് ആരംഭിച്ചു. +2 പഠനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്കായാണ് കോഴ്സ് നടത്തുന്നത്. കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ തൃക്കടീരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷബീർ നീരാണി കോഴ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അറിവില്ലായ്മ കൊണ്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. നാട്ടിൽ ഇന്ന് കാണുന്ന ലഹരി മാഫിയകൾ അഴിഞ്ഞാടിയ ഒരു കാലഘട്ടം. നിങ്ങളൊരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ, നിങ്ങളൊരാളെ പരിചയപ്പെടുമ്പോൾ അയാൾ എന്താണ് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം. നിങ്ങളുടെ ഒരു സുഹൃത്ത് വലയം വരുമ്പോൾ അയാളുടെ നന്മകളെ മാത്രം നിങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു കാലഘട്ടം. നിങ്ങളുടെ പിതാവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാതാവ്, പിതാവ് വെയിലും മഴയും കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് എല്ലാ വേദനയും യാതനയും അനുഭവിച്ച് അവരുടെ ഒരു ബുദ്ധിമുട്ടും അവരുടെ ഒരു രോഗവും നിങ്ങളോട് പറയാതെ. ഐഡിയൽ ക്യാമ്പസ് ഓഫ് എഡ്യൂക്കേഷൻ മാനേജർ മജീദ് മണ്ണിശ്ശേരി മുഖ്യാതിഥിയായി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈനുൽ ആബിദീൻ അധ്യക്ഷത വഹിച്ചു. അക്കാദമിക് കോർഡിനേറ്റർ മുഹമ്മദ് ഉനൈസ്, കൊമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ഓഫീസ് പ്രൊഡക്ടിവിറ്റി ടൂൾസ്, AI ടൂൾസ്, റിപ്പോർട്ട് തയ്യാറാക്കൽ എന്നിവ ഉൾപ്പെടെ മത്സരാധിഷ്ഠിത കാലത്ത് വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം നൽകുന്ന വിധത്തിലാണ്
കോഴ്സ് രൂപകൽപ്പന ചെയ്തതെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. ഒരാഴ്ചത്തെ പരിശീലനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകും. കേരള സംഗീത നാടക അക്കാദമിയുടെ 3 അവാർഡുകൾ കരസ്ഥമാക്കിയ മാടൻ മോക്ഷം നാടകം ഏപ്രിൽ 27 ഞായറാഴ്ച പെരിന്തൽമണ്ണയിൽ അവതരിപ്പിക്കും. പെരിന്തൽമണ്ണ സംസ്കാരയാണ് നാടകത്തിന്റെ പ്രദർശനം സംഘടിപ്പിക്കുന്നത്. കേരള സംഗീത നാടക അക്കാദമി നാടക മത്സരത്തിൽ മികച്ച നാടകം, മികച്ച സംവിധായകൻ, മികച്ച നടൻ എന്നീ അവാർഡുകൾ നേടിയ നാടകമാണ് മാടൻ മോക്ഷം. പെരിന്തൽമണ്ണ ഹൈസ്കൂൾ മൈതാനിയിൽ 7 മണിക്ക് മാടൻ മോക്ഷം പ്രദർശിപ്പിക്കും. ജയമോഹൻ രചനയും ജോബ് മഠത്തിൽ സംവിധാനവും നിർവഹിക്കുന്ന നാടകം ആലപ്പുഴ മരുതൻ തിയേറ്റേഴ്സാണ് അവതരിപ്പിക്കുന്നത്. സംസ്കാര പെരിന്തൽമണ്ണയാണ് പെരിന്തൽമണ്ണയിലെ സംഘാടകർ. നാടകം കാണാൻ പാസ് മൂലമാണ് പ്രവേശനം അനുവദിക്കുക. ഇനി ഷോർട്ട് ന്യൂസ്. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും മൗനജാഥ നടത്തുകയും ചെയ്തു. മെഴുകുതിരി തെളിയിച്ചുകൊണ്ട് നടന്ന പരിപാടിക്ക് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൽത്തോട്ടം നേതൃത്വം നൽകി. നേതാക്കളായ പി ഗിരീശൻ, ബ്ലോക്ക് ഭാരവാഹികൾ, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. സർവീസിൽ നിന്നും വിരമിക്കുന്ന കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ലീനാകുമാരിക്ക് പട്ടാമ്പി ബ്ലോക്ക് ഭരണസമിതി യോഗം യാത്രയയപ്പ് നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉപഹാരം സമ്മാനിച്ചു. വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഷൈമ ഉണ്ണികൃഷ്ണൻ, തസ്നിമ ഇസ്മായിൽ, പഞ്ചായത്ത് അംഗങ്ങളായ പി കെ ബഷീർ, എം കെ മുഹമ്മദ്, പി പ്രസന്ന, ഷെഫീന സുക്കൂർ, AXC കെ കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. മനുഷ്യർക്കൊപ്പം കർമ്മസായികം എന്ന പ്രമേയത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് പേങ്ങാട്ടിരിയിൽ നടക്കുന്ന കേരള മുസ്ലിം ജമാഅത്ത് ചെർപ്പളശ്ശേരി സോൺ ആദർശ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ബൈക്ക് റാലി സംഘടിപ്പിച്ചു. ചെർപ്പളശ്ശേരിയിൽ നിന്നും ആരംഭിച്ച റാലി പേങ്ങാട്ടിരിയിൽ സമാപിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് ചെർപ്പളശ്ശേരി സോൺ സംഘടിപ്പിക്കുന്ന ബൈക്ക് റാലിയുടെ ഈ വഴിക്കാട് ഗണ്യമാക്കുന്നത് ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമുള്ള പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണാർക്കാട്ടെ CPM കൗൺസിലർ കെ മൻസൂർ കരാറുകാരനെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയെന്ന ആരോപണത്തെ ചൊല്ലി നഗരസഭാ കൗൺസിൽ ഭരണ പ്രതിപക്ഷ ബഹളം. മൻസൂറിന്റെ വാർഡിൽ വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും 29 വാർഡുകളിലെയും പ്രവൃത്തികളിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും CPM കൗൺസിലർമാർ ആവശ്യമുന്നയിച്ച് കത്ത് നൽകി. ആരോപണ വിധേയനെ സംരക്ഷിക്കാൻ മറ്റ് കൗൺസിലർമാരെ ബലിയാടാക്കാൻ അനുവദിക്കില്ലെന്ന് ചെയർമാൻ. CPM മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറിയും കൗൺസിലറുമായ കെ മൻസൂറിനെതിരെ ഉയർന്ന ആരോപണത്തിന്റെ നിജസ്ഥിതി പുറത്തുകൊണ്ടുവരണമെന്ന് മുസ്ലിം ലീഗ്. ആരോപണം ഗൗരവമുള്ളത്. ഏരിയ സെക്രട്ടറി നയം വ്യക്തമാക്കണമെന്നും നേതാക്കൾ. മണ്ണാർക്കാട് ചന്ദനവേട്ട. കാറിന്റെ രഹസ്യ അറയിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 64 കിലോ ചന്ദനം പോലീസ് പിടികൂടി. കുമരംപുത്തൂർ സ്വദേശി അറസ്റ്റിൽ. പെരിന്തൽമണ്ണയിൽ വൻ കഞ്ചാവ് വേട്ട. കാറിൽ കടത്തിയ 5 കിലോ കഞ്ചാവുമായി കോട്ടക്കൽ സ്വദേശി പോലീസ് പിടിയിൽ. ഹാഷിസ് ഓയിലും കണ്ടെടുത്തു. മുണ്ടൂർ തൂതാപാതയിൽ തിരുവാഴിയോട് ജംഗ്ഷനിലെ ഗതാഗത പരിഷ്കാരം. ഡിവൈഡറുകൾ അപകടങ്ങൾ ഉണ്ടാക്കുന്നെന്ന പരാതിയുമായി വ്യാപാരികളും ചുമട്ടുതൊഴിലാളികളും രംഗത്ത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.